പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുട്ടികളെ, എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വചനമാണ് നമ്മെ പ്രകാശിപ്പിക്കേണ്ടത്. ഈശോ വചനമാകുന്നു. അപ്പോൾ വചനത്തിലേക്ക് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിലേക്ക് നമ്മൾ നോക്കുക എന്നർത്ഥം. ഈശോയിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ എല്ലാം പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. സ്നേഹമുള്ളവരെ, അതിനാൽ നമുക്ക് വചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വചനദീപ്തിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ വ്യക്തിപരമായി തന്നെ പ്രകാശം കടന്നു വരും. ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഈശോയാണ് നൽകുന്നത്. അന്ധകാരം മാറി പ്രകാശം കടന്നു വരും. സ്നേഹമുള്ളവർ, 2 വർഷം മുമ്പ് നമ്മൊക്കെ വായിച്ചിട്ടുണ്ടാകും, പത്രങ്ങളിൽ ആമസോൺ വനങ്ങളിൽ ഒരു 4 കുട്ടികൾ അകപ്പെട്ടു പോയി. അവർ സഞ്ചരിച്ച അമ്മയും മക്കളുമായിട്ട് സഞ്ചരിച്ചതാണ്. ഒരു വിമാനത്തിൽ, ചെറിയൊരു വിമാനത്തിൽ സഞ്ചരിച്ചു. ആ വിമാനം ആമസോൺ കാടുകളുടെ നടുവിൽ വന്നപ്പോൾ എൻജിൻ തകരാറായി അത് തകർന്ന് താഴെ വീണു. അമ്മ മരിച്ചുപോയി ഉടനെ തന്നെ, താഴെ വീണപ്പോൾ തന്നെ. എന്നാൽ 4 കുട്ടികൾ, 13 വയസ്സായത്, 9 വയസ്സായത്, 4 വയസ്സായത്, 1 വയസ്സായത്, അങ്ങനെ 4 കുട്ടികൾ. ഈ കുട്ടികൾ മരിച്ചില്ല. ഈ കുട്ടികൾ ജീവനോട് തന്നെ ആ കാടുകളിൽ, ഈ ആമസോൺ കാടുകളിൽ, ഈ കൊളംബിയയ്ക്ക് അടുത്തുള്ള ഈ കാടുകളിൽ അവർ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. എത്ര ദിവസം? 40 ദിവസം അവർ ജീവിച്ചു. ഈ 40-ാം ദിവസമാണ് അവരെ രക്ഷിക്കുന്നത്. അത്രയും നാൾ വരയ്ക്കും കൊളംബിയയിലെ ഒരു സൈന്യം, പ്രത്യേകിച്ച് അതിനൊരു പേരിട്ടു, പ്രതീക്ഷ, ഹോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈന്യവ്യൂഹം, അതിനു വേണ്ടി തന്നെ ഒരുപാട് പേര് അന്വേഷിച്ചിറങ്ങിയായിരുന്നു ഈ കാടുകളിൽ. 1600 മൈലുണ്ട് ഈ കാടുകൾ. ഈ കാടുകളിലെല്ലാം അന്വേഷിച്ച് ഇറങ്ങുകയാണ് ഈ കുട്ടികളെ കണ്ടെത്താനായിട്ട്. എവിടെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഹെലികോപ്റ്ററിൽ അവർക്ക് ലീഫ്ലെറ്റ്സ് അവർക്ക് വിതറുന്നു, ഭക്ഷണങ്ങൾ വിതറുന്നു. അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഹെലികോപ്റ്ററിൽ പോകുന്ന, ആ കാടുകളിൽ പോകുന്ന വഴിയിലൊക്കെ. ആ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ പിന്നാലെയുണ്ട്, നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളെ ഉടനെ ഞങ്ങൾ കണ്ടെത്തും, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്നതാണ് ഭക്ഷിക്കേണ്ടത്, ഇന്നതാണ് വെള്ളം ഇങ്ങനെ കുടിക്കണം എന്നൊക്കെ അവർക്ക് ഓരോ രീതിയിലുള്ള നല്ല നിർദ്ദേശങ്ങൾ ആ ലീഫ്ലെറ്റ്സ് വഴിയായിട്ടും കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടുന്ന് റേഡിയോയിലൂടെ മൈക്രോഫോൺ വെച്ച് അങ്ങനെ പറയുമ്പോഴും അവർക്ക് അതെല്ലാം കിട്ടുകയാണ്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇത് അവർക്കറിയില്ലെങ്കിൽ എവിടെയാണെന്ന്, എങ്കിലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ലീഫ്ലെറ്റ്സ് വിതറിക്കൊണ്ട് തന്നെ ഇരിക്കുക. 40-ാം ദിവസമാണ് ഇവരെ കിട്ടുന്നത്. 40 ദിവസം അവർ കാടിനുള്ളിൽ തന്നെയായിരുന്നു. അവസാനം 40-ാം ദിവസം അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങനെ അവരെ ഹെലികോപ്റ്ററിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് 13 വയസ്സായ മൂത്ത മകള്, അവളാണല്ലോ എല്ലാത്തിനും ലീഡറായിട്ടിരുന്നത്, അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഹോപ്പ് തന്നത്, ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നത്, പ്രത്യാശ തന്നത് ഇത് തന്നെയാണ്. കാരണം നിങ്ങൾ വിതറിയ, ഈ പട്ടാളക്കാർ വിതറിയ ലീഫ്ലെറ്റ്സ്, ഇത് ഞങ്ങൾ വായിക്കുമ്പോഴും ഞങ്ങൾക്ക് ശക്തി കിട്ടി. കാരണം ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ട്, ഞങ്ങൾ രക്ഷിക്കാനായിട്ട് കൂടെയുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ രക്ഷിക്കപ്പെടും, ഞങ്ങൾ ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യപ്പെടും. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മുകളിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന, രക്ഷയ്ക്ക് തന്നിരിക്കുന്ന അതാണ് വിശുദ്ധ ഗ്രന്ഥം, തിരുവചനങ്ങൾ. ഈ തിരുവചനങ്ങളിലൂടെയാണ് നാം ഒക്കെ രക്ഷ പ്രാപിക്കുന്നത്. ഈ വചനങ്ങളാണ് നമുക്കും ജീവൻ നൽകുന്നത്. എങ്ങനെ ജീവിക്കണം,
എങ്ങനെ പോകണം, എങ്ങനെയൊക്കെയാണ് എന്നെല്ലാം കൃത്യമായിട്ട് നമ്മുടെ തിരുവചനത്തിൽ വ്യക്തമായിട്ട് അടിവരയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ വചനം അനുസരിച്ച് നിൻ്റെ ജീവിതത്തിൽ നീ പോയി കഴിഞ്ഞാൽ, ആ ഡയറക്ഷൻ അനുസരിച്ച് നീ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാമൊക്കെ രക്ഷയുടെ പാതയിലാണ് നമ്മൾ പോകുന്നത്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമുക്ക് തിരുവചനങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന തിരുവചനം മനോഹരമായ ഒരു തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നോക്കുക. ആദ്യമായിട്ട് കർത്താവ് പറയുകയാണ്, കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങുകയില്ല, നിങ്ങളുടെ ഹൃദയം പതറില്ല. പക്ഷെ വിശ്വാസം കുറയുമ്പോൾ നിങ്ങളുടെ ഭയം കടന്നു വരികയും തീർച്ചയായിട്ടും അവിടെയൊക്കെ കലക്കമുണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഹൃദയം അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് വിശ്വാസത്തിന് ചോർച്ച ഉണ്ടാകരുത്. വിശ്വാസത്തിന് ചോർച്ച സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്, അപ്പോഴൊക്കെ നമ്മുടെ ഹൃദയം കലങ്ങാൻ തുടങ്ങും, തകരാൻ തുടങ്ങും, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നാം പരിശോധിക്കേണ്ടത്, എൻ്റെ വിശ്വാസത്തിന് ഭംഗം നേരിട്ടോ, എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നാം പരിശോധിച്ച്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ വിശ്വാസം നമ്മിൽ നിറയുമ്പോൾ, ശക്തി നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളുടെ കലക്കം മാറും, നമ്മുടെ അസ്വസ്ഥമായ നമ്മുടെ മനസ്സ് ശാന്തമാകും. കർത്താവ് നമ്മെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, കർത്താവ് ഈ വചനം പറയുന്നത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. ഏതാനും മണിക്കൂറുകൾക്കകം പെസഹ കുഞ്ഞാടായിട്ട് കർത്താവ് അർക്കപ്പെടാനായിട്ട് പോകുകയാണ്. കർത്താവ് മഹത്വപ്പെടാനായിട്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന് അറിയാം കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നെല്ലാം കർത്താവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് കർത്താവ് ഇത് പറയുന്നത്. കാരണം അവരുടെ മനസ്സ് കലങ്ങരുത്, ആ സമയത്ത് അവർ മനസ്സ് പതറരുത്. അതുകൊണ്ടാണ് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ദൈവത്തിൽ ഉറച്ചു തന്നെ വിശ്വസിക്കണം. നമുക്കറിയാമല്ലോ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് കർത്താവിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് പറയുന്നത്, ഞാൻ പീഡ സഹിച്ച് ഞാൻ മരിക്കണം, ഒരുപാട് അപമാനങ്ങൾ ഏൽക്കേണ്ടി വരും, മതപുരോഹിതന്മാരും ശാസ്ത്രിമാരൊക്കെ തന്നെയാണ് എന്നെ കൊല്ലാൻ പോകുന്നത്, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ദൈവദൂഷകനായിട്ട് ഞാൻ മരിക്കും, എന്നിട്ട് ആ മരണം മാത്രമല്ല 3-ാം ദിവസം ഞാൻ ഉയർക്കുകയും ചെയ്യും. എന്നാൽ ശിഷ്യന്മാർക്ക് ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലായില്ല, അവർക്ക് ദഹിച്ചില്ല. പിന്നീട് കർത്താവ് അവസാനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിന് തൊട്ട് മുമ്പ് 13:33 കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് പറയുകയാണ് അവരോട്, കാരണം ഇനി പറയേണ്ട സമയമായി. അതുകൊണ്ട് സമയം സമാഗതമായപ്പോൾ കർത്താവ് പറയുകയാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, നിങ്ങൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാനും സാധ്യമല്ല, ഞാൻ പോകുകയാണ്, നിങ്ങളെ വിട്ട് ഞാൻ പോകുകയാണ് എന്ന് കർത്താവ് അവരോട് വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്, പറയുകയാണ്, ഞാൻ പോവുക. അപ്പോൾ കർത്താവിൻ്റെ ഒരു സെൻഡ് ഓഫ് മെസ്സേജാണ് കർത്താവ് ഇവിടെ നൽകുന്നത്.
കർത്താവ് പോവുകയാണ്. അതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്തുകയാണ്. നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കി വെക്കാനാ. എൻ്റെ പിതാവിൻ്റെ അടുത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നല്ല വാസസ്ഥലങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ പോണത്. അത് ആ വാസസ്ഥലമൊക്കെ നിങ്ങൾക്ക് ഒരുക്കിയിട്ട് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ വീണ്ടും വരും. കർത്താവിൻ്റെ രണ്ടാം വരവാണ് കർത്താവ് പറയുന്നത്. എന്ന് രണ്ടാം വരവെന്നൊക്കെ പറയുമ്പോഴും നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന്. നമുക്കറിയാമല്ലോ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രളയം വന്നത്. അതുവരയ്ക്കും അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒന്നും ഉണ്ടായി, ഈ ഭൂമി നശിച്ചു പോകുമെന്ന്, വെള്ളത്താൽ നശിച്ചു പോകുമെന്ന്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചത്. കർത്താവ് ഇത് പറയുന്നുണ്ട്, അതുപോലെ ആയിരിക്കും വീണ്ടും ഒരു സംഭവങ്ങൾ ഉണ്ടാകുക, കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് കർത്താവ് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതെ, ആ സമയങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ഒക്കെ ഇളകാൻ തുടങ്ങും, ആകാശശക്തികൾക്ക് മാറ്റം സംഭവിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, എൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു, ഞാൻ വരുന്നു എന്നാണ്. ഞാൻ ഭൂമിയിൽ നിന്ന് അറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ മിന്നൽ പിണർ പോലെ ഞാൻ വരിക തന്നെ ചെയ്യും. ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരും, കർത്താവ് വ്യക്തമായിട്ട് പറയുക. കർത്താവ് ഇവിടെ നിന്ന് ഉത്ഥാനം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒലിവ് മലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. ദൈവദൂതര് അത് കാണുന്നുണ്ട്. ആ ദൈവദൂതര് ശിഷ്യന്മാരൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇത് കണ്ട് വിഷമിച്ചെന്ന ശിഷ്യന്മാരോടായിട്ട് ആ ദൂതൻ പറയുകയുണ്ടായി, 2 ദൂതർ പറയുകയുണ്ടായി, നിങ്ങളിതിൽ വിഷമിക്കേണ്ട, ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയ ആ കർത്താവ്, ആ ദൈവം യേശു, ആ യേശു വീണ്ടും വരും, ഇവിടെ തന്നെ വന്ന് കാലുകുത്തും, ഈ ഒലിവ് മലയിൽ തന്നെ വരും, ഇവിടെ വന്ന് കാലുകുത്തുമെന്ന് പറയുന്നുണ്ട്. വീണ്ടും കർത്താവ് ഇവിടേക്ക് കടന്നു വരും. വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് തന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടല്ലേ. 20-22 വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഏറ്റവും അവസാനത്തെ വാക്കുകളാണ്, കർത്താവ് വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലും കർത്താവ് തൻ്റെ വരവിന് മുന്നോടിയായിട്ട് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറയുന്ന ഉപമകൾ ഇപ്രകാരമാണ്. 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. 10 കന്യകമാരുടെ, 5 കന്യകമാരാവട്ടെ, ബുദ്ധിയുള്ള കന്യകമാർ വിളക്കിനോടൊപ്പം എണ്ണ എടുത്തിരുന്നു, ബുദ്ധിയില്ലാത്ത കന്യകമാർ വിളക്കിനോടൊപ്പം എണ്ണ എടുത്തില്ല. അവസാനം മണവാളം വന്നപ്പോൾ ബുദ്ധിയുള്ള കന്യകമാർ അകത്ത് പ്രവേശിച്ചു, ബുദ്ധിയില്ലാത്ത കന്യകമാർ പുറത്തായി എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് മണവാളൻ വരുന്നതെന്ന്, കർത്താവ് വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഒരുങ്ങി ജാഗ്രതയോടെ ഇരിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് അവിടെ. അതുപോലെ തന്നെ കർത്താവ് താലന്തിൻ്റെ ഉപമയും അത് തന്നെയാണ് പറയുന്നത്. 14 മുതലുള്ള തിരുവചനങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. 30 വരെയുള്ള തിരുവചനങ്ങൾ, 5 താലന്ത് കൊടുത്തിട്ട് പിന്നെ 2 താലന്ത് കൊടുത്ത് 1 താലന്ത് കൊടുക്കുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് ആ രാജാവ് തിരിച്ചു വന്ന് ചോദിക്കുന്നു, ഞാൻ കൊടുത്തത് എത്രത്തോളം നിങ്ങൾ വർദ്ധിപ്പിച്ചു? വിശ്വസ്തന്മാർ അത് കൂടുതൽ, ആ താലന്ത് കിട്ടിയ താലന്തുകളൊക്കെ കൂടുതലായിട്ട് അവർ ഉണ്ടാക്കി. 5 10 2 4 ചിലർ 1 തന്നെ ആക്കി. അപ്പോൾ അവന് ശിക്ഷ കൊടുക്കുന്നുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം നമുക്ക് തന്നിട്ടുള്ള ചില കഴിവുകളൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും. ചിലപ്പോൾ അത് ഏത് രീതിയിലാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ആ വിളിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാൻ വേണ്ടിയാണ്. അത്രമാത്രം നമ്മൾ വിശ്വസ്തരാണ് എന്ന് കർത്താവ് നോക്കുന്നതാണ് ഈ താലന്തിലൂടെ. കർത്താവ് വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അലസരായിട്ടിരുന്നാൽ ആ 1 താലന്ത്
വെച്ച് തുണിയിൽ പൊതിഞ്ഞ് വെച്ച് ആ വ്യക്തിയുടെ അനുഭവമായിരിക്കും നമുക്കുണ്ടാവുക. എന്നിട്ട് കർത്താവ് പറയുന്നത് 31 വരെയുള്ള തിരുവചനങ്ങളിൽ, 30 വരെയുള്ള തിരുവചനങ്ങൾ താലന്തിൻ്റെ ആണെങ്കിൽ 31 വരെയുള്ള തിരുവചനങ്ങൾ പിന്നെ അവസാന വിധിയെപ്പറ്റിയാണ് പറയുന്നത്. അവസാനം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അതേ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ, വീണ്ടും ഞാൻ വരുമ്പോൾ, ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ വിധിക്കും. വിധിയാളനായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ കോലാടുകളും ചെമ്മരിയാടുകളും എന്ന പോലെ നന്മ ചെയ്തവരെയും തിന്മ ചെയ്യുന്നവരെയും ഒക്കെ ഞാൻ രണ്ടുപേരെയും മാറ്റി നിർത്തും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് നന്മ ചെയ്തവരോട്, കരുണ ചെയ്തവരോട് ഞാൻ പറയും. എന്നാൽ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ ശപിക്കപ്പെട്ടവരെ എന്ന് തിന്മ ചെയ്തവരോട് ഒക്കെ പറയുമെന്ന് പറയുന്നുണ്ട്. കാരണം കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യമൊക്കെയാണ് അവിടെ പറയുന്നത്. വിശന്നു, ഭക്ഷണം തന്നു, ദാഹിച്ചു, നമ്മൾ വായിക്കുന്നുണ്ട്, ദാഹിച്ചു, ജലം കൊടുത്തു, നഗ്നനായിരുന്നു, വസ്ത്രം കൊടുത്തു, പാർപ്പിടമില്ലായിരുന്നു, പാർപ്പിടം കൊടുത്തു, ജയിലിൽ സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, രോഗിയായിരുന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം സ്നേഹമുള്ളവരെ, അതുകൊണ്ട് കർത്താവ് പറയുന്നതാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട്. ഞാൻ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ തന്നെയാണ് കർത്താവ് പറയാണ്, നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റി തരും. ആ വിധവയുടെ ഉപമയിൽ കർത്താവ് പറയുക, ന്യായാധിപനും വിധവയും തമ്മിലുള്ള ഉപമയിൽ കർത്താവ് പറയുക, നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ രാവുകൾ നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേണ്ട ചെയ്തു തരും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ സാധിക്കുമോ? നമ്മോട് ചോദിക്കുക. കർത്താവിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ച വിശ്വാസത്തോടെ കാത്തിരിക്കുമോ? കർത്താവ് പറയുകയാണ്, ഞാൻ വീണ്ടും വരും. അതാണ് ശിഷ്യന്മാരോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. പിന്നെ കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി പിതാവ് അത് ചെയ്തു തരും നിങ്ങൾക്ക്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ കടന്നു വരും, ബുദ്ധിമുട്ടുകളൊക്കെ. എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായ ഒരു സംഭവം, വളരെ വിഷമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ മകൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയം, ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഫോൺ വന്നു വീട്ടിൽ. ഞങ്ങൾക്ക് വന്നത്, അവൻ വീണു, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു, അവൻ്റെ കാലിന് 2 ലിഗമെൻറ്റും പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വളരെ വിഷമിച്ചിരിക്കുകയാണ് അവിടെ എന്നാണ്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് അവനെ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടുത്തെ ഒരു പ്രശസ്ത ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ പ്രശസ്തനായ ഡോക്ടർ പറഞ്ഞു, അത് നാളെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം ഫിസിയോതെറാപ്പിയൊക്കെ നടത്തിയിട്ട് നമുക്ക് പിന്നെ വീട്ടിലേക്ക് വിടാം. ഒരാഴ്ച കഴിഞ്ഞ് അവന് കോളേജിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഒരാഴ്ചയിൽ 2 ആഴ്ച കഴിഞ്ഞ് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ സ്നേഹമുള്ളവരെ, എന്തു പറ്റി? ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ അവന് പനി പിടിച്ചു, ഇൻഫെക്ഷനായി, അണുബാധ ഉള്ളിലേക്ക് കയറി. ഓപ്പറേഷൻ ചെയ്യുമ്പോഴോ എപ്പോഴോ ആണെന്ന് നമുക്കറിയില്ല, ഒരു ബാക്ടീരിയ ഉള്ളിലേക്ക് കയറി. പിന്നീട് ആ ബാക്ടീരിയയെ കണ്ടുപിടിക്കാനുള്ള രീതികളായി. എപ്പോഴും പനി, ഭയങ്കരമാണ് വേദന, കാലുവേദന, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഡോക്ടർമാർക്ക് ബാക്ടീരിയയെ കണ്ടുപിടിക്കാൻ ഏതാണെന്ന് അവർ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ലാബിൽ. 1 മാസത്തോളം സ്നേഹമുള്ളവരെ ഞങ്ങൾ ആ ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നു. അങ്ങനെ നിൽക്കേണ്ടി വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പണി, റിനോവേഷൻ, 2 മുറികൾ പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ആശുപത്രിയിൽ വന്നാലും അവന് കിടക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ റിനോവേഷൻ ചെയ്യായിരുന്നു. അത് പൂർത്തിയായിട്ടുണ്ടായില്ല. ഉടനെ തന്നെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ, അവർ സ്നേഹം കൊണ്ടാണ് കേട്ടോ അവർ പറയുന്നത്, അവർക്ക് അറിവുള്ള രീതിയിൽ അവർ പറഞ്ഞിരുന്നു. അവർ പറയുന്നു, വാസ്തു നോക്കിയോ ചേട്ടൻ? വാസ്തു നോക്കിയോ? വാസ്തു നോക്കാതെ എങ്ങനെയാണ് ഇത് പണിതത്? അപ്പോൾ ഞാൻ വാസ്തു നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. പക്ഷേ അവർ പറയുന്നു, വാസ്തു നോക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ചേട്ടൻ ആ വീട് ഒന്നല്ലെങ്കിൽ വാസ്തു നോക്കി രണ്ടാമത് പണിയുക, അല്ലെങ്കിൽ ആ വീട് വിറ്റ് കളയുക, അവർ പറയും. വളരെ സങ്കടകരമായ അവസ്ഥ. അതിൽ മോനെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. വളരെ വേദനയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങളപ്പോൾ. എന്ത് ചെയ്യും? പക്ഷേ ഞങ്ങൾ 2 പേരും കൂടെ, ഞാനും ഭാര്യയും കൂടെ ആലോചിച്ചു. ഞങ്ങൾ പറഞ്ഞു, നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ കരുണ കൊന്ത ജന്ന ചൊല്ലി
കാല് വേദന കൊണ്ട് വിങ്ങുകയാണ്. വേദന സംഹാരിയുടെ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വേദന വരികയാണ്. രാത്രി ഉറക്കമില്ല, പകലും ഉറക്കമില്ല, ഇങ്ങനെ കിടക്കുകയാണ്. എന്തൊരു ഈ വേദനകൾ. അപ്പോൾ ഞങ്ങൾ കരുണക്കൊന്തയില്ലേ, കാരണം മകൻ അധികം ചൊല്ലാറില്ല, പക്ഷേ ഈ സമയത്ത് അവനും ആ ഈശോയുടെ ഭക്തിയിലേക്ക് കടന്നു വന്നു. അവനും കരുണക്കൊന്തയിൽ അവനും കൂടി. ഞങ്ങളെല്ലാവരും കരുണക്കൊന്തയില്ലേ രാത്രിയിൽ ഇരുന്ന് ഉറങ്ങാതെ ചൊല്ലി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവനെ കൊണ്ടുപോയിട്ട് കുറച്ച് സമയമായി. പക്ഷെ തിരിച്ച് വരാനായിട്ട് കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഞങ്ങൾ വിഷമിച്ച് ഇരിക്കുകയാണ് പ്രാർത്ഥിച്ച്. ആ സമയത്ത് ഒരു നേഴ്സ് വന്നിട്ട് പറയുകയാണ്, അത് ഒരു ബയോപ്സി എടുക്കണം, ഒരു സംശയമുണ്ട്, അതുകൊണ്ട് ബയോപ്സി എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തളർന്നു പോയി. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു മനോഹരമായ ഒരു പ്രകാശമുള്ള ഒരു സ്ത്രീയെ കടന്നു വന്ന് എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, വിഷമിക്കരുത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവമുണ്ട് കൂടെ. എന്നിട്ട് എന്നെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മകൻ തിരിച്ചു വരും. സ്നേഹമുള്ളവരെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഇനി 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എന്നെ നമ്മളെ ധൈര്യപ്പെടുത്തിയ ആ സ്ത്രീയെ അവിടെ മുഴുവനും അന്വേഷിച്ച് നടന്നു. ഇത്രയും പ്രകാശത്തോടുകൂടെ സൗന്ദര്യമുള്ള ആ സ്ത്രീയെ അന്വേഷിച്ചു ഞാൻ കണ്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അത് പരിശുദ്ധ അമ്മ തന്നെയാണ്. കാരണം ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷപ്പെടലാണ് അത് നടന്നത് എന്ന് ഞങ്ങൾ ഉറപ്പായും ഞങ്ങൾ വിശ്വസിക്കുക. കാരണം കൃത്യസമയങ്ങളിൽ അമ്മ ഇടപെടുകയല്ലോ. അമ്മ ഇവിടെയും ഞങ്ങൾക്ക് ശക്തി തരികയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക, യേശുവിൽ ഉറച്ചു വിശ്വസിക്കുക. പിന്നെയും പറയുന്നുണ്ട്, നമുക്ക് സ്ലീഹന്മാരോട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ അനാഥരായി ഞാൻ വിടുകയില്ല, നിങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങളെ ഞാൻ അങ്ങനെ വിട്ടിട്ട് പോകുന്ന ആളല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുക, സത്യസത്യം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇതിലും വലിയ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. കർത്താവ് പറയും. കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അതിൽ. കർത്താവ് പറയുക, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, നിങ്ങളിപ്പോൾ അവനെ കാണുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ, ഇക്കാലം അത്രയും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നീ പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്, ഞാനും പിതാവ് ഒന്നാണ്. യേശു ദൈവമാണെന്ന് യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ യേശു പറഞ്ഞു കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ടെന്നേ, ദൈവത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, എന്നിലും ഉറച്ചു വിശ്വസിക്കുക. കൃത്യസമയത്ത് നിങ്ങൾ ആവശ്യ സമയങ്ങളിൽ അതേ പരിശുദ്ധാത്മാവ് ആത്മാവ് കടന്നു വരും. ആ കടന്നു വന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചതെല്ലാം അവൻ വന്ന് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കാനായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, അതിനാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരും, പരീക്ഷകൾ കടന്നു വരും. പക്ഷെ നമ്മൾ പതറരുത്, കർത്താവിൽ ഉറച്ച് വിശ്വസിക്കുക. കർത്താവാകുന്ന ആ പാറയിൽ അഭയം തേടുക. തീർച്ചയായിട്ടും യേശു നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.